കർത്താവേ, അരുളിച്ചെയ്താലും ഞങ്ങൾ കേൾക്കുന്നു. വാത്സല്യ മക്കളെ, നിങ്ങളറിയാതെ, നിങ്ങളുടെ നിഴലറിയാതെ ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. നിങ്ങളുടെ ജഡീക കണ്ണുകൾക്ക് അത് കാണാൻ കഴിയില്ല. പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ അടുത്തറിയുന്നുണ്ട്. ഈ അടുത്തറിയൽ നൽകുന്ന ആനന്ദമാണ് ജീവിത സഹനങ്ങളിൽ നിനക്ക് സാന്ത്വനം പകരുന്നത്. ഇതൊക്കെ കുഞ്ഞെ നീ പലപ്പോഴും അറിയുന്നില്ല. പ്രപഞ്ചത്തിൻ്റെ സർവാധികാരിയായ ഞാൻ സൗമ്യനായി നിന്റെ ഹൃദയവാതുക്കൽ മുട്ടും. കെട്ടിട സമുച്ചയത്തേക്കാൾ എനിക്കിഷ്ടം നിർമ്മല ഹൃദയ ഭവനങ്ങളാണ്. അതിനുള്ളിലെ ശാന്തിയും ലാളിത്യവും ഊഷ്മള സ്നേഹവും ആത്മാർത്ഥതയും നിഷ്കളങ്കതയുമൊക്കെ ലോകത്ത് എവിടെ കിട്ടാനാണ്? രാജകൊട്ടാരത്തിലെ പ്രൗഢഗംഭീരമായ ആഡംബരങ്ങളെക്കാൾ കാലിത്തൊഴുത്തിലെ ലാളിത്യവും ശാന്തതയുമാണ് എനിക്കിഷ്ടം. ആൾക്കൂട്ടവും ആരവങ്ങളും ആർഭാടങ്ങളും കച്ചവട തിരക്കുകളുമൊക്കെ എനിക്ക് വളരെ ഭാരമാണ്. ഒരുക്കപ്പെട്ട ഹൃദയങ്ങളാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന അൾത്താര. അതിലെ നിഷ്കളങ്കതയാണ് ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന സ്നേഹ വിരുന്ന്. നിന്റെ സഹനങ്ങളും ബലഹീനതകളും എന്നെ നിന്നിൽ നിന്ന് അകറ്റുന്ന മതിലുകളാണെന്ന് കുഞ്ഞെ നീ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. അതൊക്കെ എൻ്റെ അടുക്കിലേക്ക് നിനക്ക് കടന്നു വരാനുള്ള ശാശ്വത കവാടങ്ങളാണ്. അപര്യാപ്തരും കുറവുള്ളവരുമായി തോന്നുമ്പോഴൊക്കെ നിങ്ങളുടെ സഹായത്തിന് ഞാൻ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. നീ തളർന്നു വീഴുമ്പോൾ ഞാൻ നിന്നെ മൃദുലമായി സ്പർശിക്കും. അപ്പോൾ മരവിച്ചുപോയ നിന്റെ ആത്മാവ് സജീവമായി ഉയർത്തെഴുന്നേൽക്കും. നീ സ്വയം പര്യാപ്തനാണെന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് നിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവില്ല. അപ്പോൾ നിന്റെ ഹൃദയ കോവിലിൽ സ്വയപ്രതിഷ്ഠയായിരിക്കും. ദ്രവ്യാഗ്രഹം, സ്ഥാനമോഹം, പ്രതികാരം, ആസക്തി തുടങ്ങിയ വിഗ്രഹങ്ങൾ നിന്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കപ്പെടുമ്പോൾ ഞാൻ പുറത്തായിരിക്കും. വിഗ്രഹങ്ങളെയും ദൈവത്തെയും ഒരേ സമയം നിനക്ക് സ്നേഹിക്കാൻ കഴിയില്ല കുഞ്ഞെ. നിരാശയും അപകർഷതാബോധവും നിന്നെ തളർത്തുമ്പോൾ എന്നിൽ ഉറച്ചു വിശ്വസിച്ചാൽ മതി. എൻ്റെ സ്നേഹത്തിലും കരുതലിലും മനസ്സുറപ്പിച്ചാൽ മതി. സ്വർഗവുമായി നിന്നെ ബന്ധിപ്പിക്കുന്ന സുവർണ ചരടാണ് പ്രത്യാശ. ഈ ചരടിൽ നീ മുറുകെ പിടിക്കുമ്പോൾ ഭാരങ്ങൾ വഹിക്കുവാനുള്ള അത്ഭുത ശക്തി നിന്നിലേക്ക് ഒഴുകിയെത്തും. താങ്ങും കരങ്ങൾ നിന്റെ അരികിലെത്തും. അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായ എന്നോടൊപ്പം നടക്കുന്ന മക്കൾ ഒരിക്കലും സ്വയം ഭാരം ചുമക്കേണ്ടതില്ല.
46-ാം സങ്കീർത്തനം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. റോമാലേഖനം 15-ാം അധ്യായം. പ്രത്യാശയുടെ ദൈവം നിങ്ങളുടെ വിശ്വാസത്താൽ സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധി പ്രാപിക്കട്ടെ. ഈ തിരുവചനങ്ങളാൽ ദൈവം ഇന്നേ ദിവസം എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജ് അച്ഛൻ.